യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷങ്ങളിലെ ഏറ്റവും മനോഹരമായ സംഭാഷണങ്ങളിലൊന്ന് യേശുവും സമരക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമായിരിക്കും. കോരി കുടിക്കുവാനും നിനക്കൊരു കയറും കുടവും ഇല്ലല്ലോ എന്ന ചോദ്യത്തിൽ നിന്നും ആരംഭിച്ച് എവിടെയാണ് ആരാധിക്കേണ്ടതെന്ന സങ്കീർണമായ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് ആ സംഭാഷണം കടന്നു ചെല്ലുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരാധന എന്നത് ആത്മാവിലും സത്യത്തിലുമാണെന്ന അമൂർത്തമായൊരു സത്യം വെളിവാക്കപ്പെടുന്ന ആ ഒരു കിണറ്റിൻ കരയിലെ കൊച്ചു സംഭാഷണത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ പഠന പരമ്പരയിലേക്ക് എല്ലാ അധ്യാപകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദേവാരാധനയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ആരാധന എവിടെയാണ് ആഘോഷിക്കപ്പെടുന്നത്? ദേവാലയത്തിൻ്റെ പ്രസക്തി എന്താണ്? ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ, അവയുടെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വസ്തുതകളാണ് നാം ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ ആരാധനാ വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്ന റീത്തുകൾ, വിവിധ പാരമ്പര്യങ്ങൾ അനുവർത്തിക്കുന്ന റീത്തുകൾ എങ്ങനെയാണ് ദേവാരാധനയ്ക്ക് ഒരു ഏകത്വ സ്വഭാവം നൽകുന്നത് എന്നുള്ളൊരു കാര്യം ഈ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിൽ നാം ചർച്ച ചെയ്യുന്നു. ആരാധന എവിടെയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് സഭ ഉത്തരം നൽകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന യേശുവും സമരക്കാരി സ്ത്രീയും എന്ന ഭാഗത്തിലൂടെയാണ്. ഞങ്ങൾ സത്യത്തിൽ എവിടെയാണ് ആരാധിക്കേണ്ടത് എന്ന ചോദ്യത്തിന് യഥാർത്ഥ ആരാധന സത്യത്തിലും ആത്മാവിലുമാണ് നടക്കേണ്ടതെന്ന ക്രിസ്തുവിൻ്റെ മറുപടിയിലൂടെ വെളിവാക്കപ്പെടുന്ന വലിയൊരു സത്യം ഇതാണ്. ആരാധന എന്നത് ഏതെങ്കിലും ഒരു സ്ഥലകാല പരിമിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. കാരണം ഭൂമി മുഴുവൻ വിശുദ്ധമാണ്. വിശുദ്ധമായ ഈ ഭൂമിയെ ദൈവം മനുഷ്യന് ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ ആരാധനാ സമൂഹം ഒത്തുചേരുന്ന സ്ഥലം മുഴുവനും ആധ്യാത്മിക ഭവനമായിട്ട് രൂപം കൊള്ളണം. ഇത്തരത്തിൽ ആധ്യാത്മിക ഭവനം പണിയുവാനായിട്ടാണ് നാം ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടതെന്ന് വിശുദ്ധ പത്രോസിൻ്റെ പഠനങ്ങൾ കൂടി സഭ ഇതോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സജീവ ശിലകളാണെന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ദൈവത്തിൻ്റെ ആലയമായി തീരുന്നത് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനോട് കൂടി ഐക്യപ്പെടുന്നത് വഴിയാണെന്നും വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസ സമൂഹത്തിന്റെ ഒന്നിച്ചുള്ള ആരാധനയിലൂടെ ദൈവത്തിന് ആധ്യാത്മിക ഭവനം പണിയപ്പെടുന്നു എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഭൗതികമായ ഒരു ദേവാലയം, ഭൗതികമായ ഒരു കെട്ടിട സമുച്ചയത്തിന്റെ ആവശ്യകത എന്ത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. സഭ അതിന് ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്: ദൃശ്യങ്ങളായ ഈ ആലയങ്ങൾ കേവലം സമ്മേളന സ്ഥലങ്ങളല്ല, പിന്നെയോ പ്രസ്തുത സ്ഥലത്തെ ജീവിക്കുന്ന സജീവമായ സഭയെ സൂചിപ്പിക്കുകയും ദൃശ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ക്രിസ്തുവിൽ ഐക്യപ്പെട്ട മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിന്റെ വാസസ്ഥലമാണ് ഓരോ ദേവാലയങ്ങളെന്ന് സഭ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടുകയും കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ദേവാലയങ്ങൾ ഭംഗിയുള്ളതും പ്രാർത്ഥനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും ഇണങ്ങുന്നതുമായിരിക്കണമെന്ന് സഭ ഈ പാഠഭാഗത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ആരാധനാലയങ്ങളിൽ ഒരുപാട് പ്രതീകങ്ങളും അർത്ഥങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവ ഏതൊക്കെയാണെന്ന് തുടർന്നുള്ള പാഠഭാഗങ്ങളിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നു. അതിലാദ്യത്തേത് ബലിപീഠമാണ്. പുതിയ നിയമത്തിന്റെ ബലിപീഠത്തിന് 3 അർത്ഥതലങ്ങളാണ് സഭ നൽകുന്നത്. അതിലൊന്ന്, ബലിപീഠം കർത്താവിൻ്റെ കുരിശാണ്. കാരണം പെസഹ രഹസ്യത്തിന്റെ കൂദാശകൾ പുറപ്പെടുന്ന സ്ഥലമാണല്ലോ ബലിപീഠം. ദേവാലയത്തിന്റെ കേന്ദ്രമായ ഈ ബലിപീഠത്തിലാണ് കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതും കുരിശിലെ യാഗം സന്നിഹിതമാക്കപ്പെടുന്നതും. രണ്ടാമതായി, ബലിപീഠം കർത്താവിന്റെ വിരുന്നുമേശയാണ്. ദൈവം ഒരുക്കിയ രക്ഷയുടെ സ്വർഗീയ വിരുന്നിലേക്ക് ദേവജനം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതിന്റെ പ്രതീകമാണിത്. മൂന്നാമതായി, ബലിപീഠം കർത്താവിന്റെ കബറിടമാണ്. ക്രിസ്തു യഥാർത്ഥത്തിൽ മരിക്കുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തുവെന്ന് ഈ കബറിടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സക്രാരി, പള്ളികളിൽ സക്രാരി ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് ഏറ്റവും ആദരവോടെ പ്രതിഷ്ഠിക്കണമെന്ന് പോൾ 6 മാർപ്പാപ്പയുടെ പഠനങ്ങളെ മുൻനിർത്തിയാണ് സക്രാരിയെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനത്തിന്റെ കൗദാശിക അടയാളം എന്ന നിലയിൽ അഭിഷേക കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ തൈലങ്ങൾ ബലിവേദിയിൽ
ഏറ്റവും പരിപാവനമായ സ്ഥാനത്താണ് പരമ്പരാഗതമായി കാത്തു സൂക്ഷിച്ചു വരുന്നത്. മെത്രാന്റെ സിംഹാസനം അല്ലെങ്കിൽ വൈദികന്റെ ഇരിപ്പിടം വിശ്വാസ സമൂഹത്തിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വൈദികന്റെയും മെത്രാന്റെയും ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. വചനവേദി വചന ശുശ്രൂഷയുടെ വേളകളിൽ ജനങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കുവാൻ ഉതകുന്ന തരത്തിൽ ഏറ്റവും ഉചിതമായ സ്ഥലത്തായിരിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്നു. ഒരു വ്യക്തിയുടെ സഭാജീവിതം ആരംഭിക്കുന്നത് മാമോദീസായിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പള്ളികളിൽ മാമോദിസ തൊട്ടികൾ ഉണ്ടായിരിക്കണമെന്നും ജീവിത നവീകരണത്തിന്റെ സ്മരണയാണ് ഈ മാമോദിസ തൊട്ടികൾ, ജ്ഞാനസ്നാന തൊട്ടികൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതെന്നും സഭ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന എന്ന മഹോന്നതമായ ആരാധനയ്ക്ക് ഇണങ്ങുന്നതും വ്യക്തിപരമായ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഉതകുന്നതുമായിരിക്കണം ദേവാലയങ്ങളെന്ന് സഭ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗം ദേവാരാധനയുടെ വൈവിധ്യത്തെക്കുറിച്ചിട്ടുള്ളതാണ്. ജെറുസലേമിലെ ആദ്യത്തെ വിശ്വാസ സഭാ സമൂഹം മുതൽ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ ഓരോ സ്ഥലത്തും പ്രഘോഷിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങളിൽ ഓരോ സ്ഥലത്തും ഓരോ സംസ്കാരത്തിലും വ്യത്യസ്തതകൾ കാണപ്പെട്ടേക്കാം. ഒരേ പെസഹ രഹസ്യത്തിന് വ്യത്യസ്തങ്ങളായ ആരാധനാ പാരമ്പര്യങ്ങൾ ഉടലെടുക്കാൻ കാരണം സഭയുടെ പ്രേക്ഷിത സ്വഭാവം തന്നെയാണ്. രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട ഓരോ സ്ഥലത്തും ആ ഭൂപ്രദേശത്തിന്റെ പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളും സഭ കൂട്ടിച്ചേർക്കുകയും അവയിലൂടെ രക്ഷയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ആ പ്രദേശത്തിൻ്റെതായ ആ സംസ്കാരങ്ങളുടേതായ ചില ആരാധനാ പാരമ്പര്യ സ്വഭാവ സവിശേഷതകൾ രൂപം കൊണ്ടു. ഈ ആരാധനാ പാരമ്പര്യങ്ങളെയാണ് റീത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രിസ്തു രഹസ്യം എല്ലാ ജനതകളിലും എല്ലാ സംസ്കാരങ്ങളിലും ഒരേപോലെ പ്രഘോഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഭ റീത്തുകൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ദേവാരാധനയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഒന്ന്, ദേവാരാധന നടക്കേണ്ടത് എവിടെയാണ്? ആരാധന നടക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തല്ല, മറിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസ സഭാ സമൂഹം ഒത്തുചേരുന്ന സ്ഥലം മുഴുവനും ദേവാലയങ്ങളായിട്ട് തീരണം. ദൈവത്തിന് ഇത്തരത്തിലൊരു ആധ്യാത്മിക ഭവനം പണിയേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് നാം ആദ്യ ഭാഗത്തിൽ കണ്ടു. ഏറ്റവും ഒടുവിൽ പെസഹ രഹസ്യങ്ങൾ ഈ ഭൂമിയുടെ എല്ലാ സംസ്കാരങ്ങളിലും പ്രഘോഷിക്കപ്പെടേണ്ടതുണ്ടെന്നും നാം കണ്ടു. ഏവർക്കും നല്ലൊരു പരീക്ഷാകാലം ആശംസിക്കുന്നു.